മീനാക്ഷി, നീ ഒരു വിശേഷം അറിഞ്ഞോ? ഓ, നിങ്ങളുടെ കമലമ്മയുടെ വിശേഷമായിരിക്കും. നോക്ക്, എപ്പോഴും എന്നെയും കമലമ്മയും ചേർത്ത് കഥ പറഞ്ഞാൽ ഉള്ളിൽ അറം പറ്റും. എന്റെ മനസ്സ് വളരെ ലോലമാണ്. നീ കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്. എന്ന കാര്യം പറഞ്ഞാട്ടെ. നമ്മുടെ രഘു നാട് വിട്ട് പോകാൻ പോകുന്നു. നന്നായിരിക്കട്ടെ. ഗണപതിക്ക് 100 തേങ്ങ അടിച്ചേക്കാം. നിനക്ക് അത്രയ്ക്ക് വെറുപ്പാണോ അവനോട്? അവൻ ഈ വീട്ടിൽ നിന്ന് പോയാലേ എന്റെ മോള് നന്നായി വരും. അവൻ എവിടേക്കാ പോകുന്നതെന്ന് അറിയാമോ? അമേരിക്കയിലേക്ക്. ആഫ്രിക്ക കൂടെ പോകാൻ പറഞ്ഞാട്ടെ. 3 വർഷം പഠിപ്പ് കഴിഞ്ഞാൽ അവൻ അമേരിക്കയിൽ തന്നെ ജോലി കിട്ടും. ശമ്പളം സ്റ്റാർട്ടിംഗ് മാസം $3000 എന്ന് വെച്ചാൽ 30,000 രൂപ. 30,000 രൂപയോ? രഘുവിനോ? അതെ. പിന്നെ ആ ജഡ്ജി ശങ്കരൻ നായരെ ഇന്നലെ വഴി വെച്ച് കണ്ടു. അദ്ദേഹത്തിന്റെ മകളെ രഘുവിനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചാൽ കൊള്ളാമെന്നൊരാശ. നിങ്ങൾ എന്ത് പറഞ്ഞു? ഞാനെന്ത് പറയാൻ, നിനക്ക് സമാധാനമാകുമല്ലോ എന്ന് കരുതി ഞാൻ സന്തോഷമാണെന്ന് പറഞ്ഞു. ഓ, നിങ്ങളെപ്പോലെ ഇങ്ങനെ കഥയില്ലാത്തൊരു മനുഷ്യൻ. നമ്മുടെ വീട്ടിലും ഇല്ലേ തങ്കക്കുടം പോലൊരു പെണ്ണ്. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ? രഘു പോകുന്നതിന് മുമ്പ് മോതിരം മാറ്റി നടത്തണമെന്നാണ് ജഡ്ജി അദ്ദേഹത്തിന്റെ അഭിപ്രായം. പിന്നെ അങ്ങനെ മോതിരം മാറാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ ജീവനോടെ ഇരിക്കുകയാണെങ്കിൽ എന്റെ മോളെ രഘു തന്നെ കല്യാണം കഴിക്കും. ആ ജഡ്ജിയോട് പറഞ്ഞേക്കണം. പിതാവേ, എന്റെ മീനാക്ഷി ഒരു നിമിഷം കൊണ്ട് എങ്ങനെ മാറുന്നു എന്ന് അവൾ തന്നെ അറിയുന്നില്ലേ? അവൾക്ക് മാപ്പ് കൊടുക്കരുതേ. ഡാഡി, താങ്ക് യു. കൺഗ്രാറ്റുലേഷൻസ്. എന്റെ ബ്രഹ്മാസ്ത്രം അങ്ങനെ ഇരിക്കുന്നു. വണ്ടർഫുൾ. ഇനി ബാക്കി നാളെ കൂടി കാണാം. വാ. ഓക്കെ. മോനെ രഘു, എന്താ മായി? ഇതൊക്കെ എടുത്തു വെക്കാൻ ഞങ്ങളില്ലേ കുഞ്ഞേ? ഞാനെടുത്ത് വെച്ചോളാം. വേണ്ട കുഞ്ഞേ. ഇത്രയും കാലം ഞാൻ അമ്മായിക്ക് ഭാരമായിട്ട് ജീവിച്ചു. ഒരു ഭാരവും ഇല്ല. നീ ഇവിടെ വന്നതിന് ശേഷമാ ശോഭയുടെ അച്ഛന് 4 കേസ് കിട്ടി തുടങ്ങിയത്. കഴിഞ്ഞ ജന്മത്തിൽ നീ എന്റെ സ്വന്തം മോനായിരുന്നെന്നാ തോന്നുന്നത്. ഇല്ലെങ്കിൽ നീ ഇവിടെ വരുവോ? മോനെ, നീ എന്റെ കൂടെ വാ. നമുക്ക് കടയ്ക്ക് പോണം. നീ അമേരിക്ക പോവല്ലേ? ഒരു 5-6 നല്ല പാന്റ് കോട്ടും ഒക്കെ വാങ്ങണം. അമ്മായിക്ക് ആള് മാറിപ്പോയോ? എന്നോട് ഇതുവരെ ഒരു ദിവസം പോലും ഇത്ര സ്നേഹമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ എന്റെ സ്നേഹം വെളിയിൽ കാണിക്കത്തില്ല, മനസ്സിൽ വെച്ചോണ്ടിരിക്കും. അതാ എന്റെ സ്വഭാവം. നീ ശോഭയും എന്റെ 2 കണ്ണുകളാ, അറിയാമോ? ഭഗവാൻ ഭഗവത്ഗീതയിൽ പാടി, സംഭവാമി യുഗേ യുഗേ ശിഷ്യ ഗുരു. ഓം ശാന്തി ശാന്തി. നിങ്ങളെന്തിനാ ചിരിക്കുന്നത്? അവൻ വേറെ ആരുമല്ല, എന്റെ മരുമോനാ. മരുമകൻ? ഓ, മരുമകൻ. ഇനി എന്ന് കാണും? തിരിച്ചു വരുമ്പോൾ. മൂന്ന് വർഷം അല്ലേ? അതെനിക്ക് 3 യുഗമായിരിക്കും. ദിവസവും ലെറ്റർ എഴുതണേ? അതെങ്ങനെ സാധിക്കും? ആഴ്ചയിൽ എഴുതാം. ആ, വരുമ്പോ തനിച്ചെന്ന് വരണം. കൂടെ ഒരു മദാമയും കാണും. മദാമയോ? ആ, അതെ, എന്റെ മനസ്സിലുള്ള മദാമ, മിസ് ശോഭ. എന്നെ എപ്പോഴും കാണണ്ടേ? ഇതാ നമ്മുടെ ഫോട്ടോ. എനിക്ക് വേണ്ടി കാത്തിരിക്കുമല്ലോ എന്റെ ജീവനുള്ള കാലം വരെ. ഹലോ, ആരാ? ഞാനാ, ശ്രീനി. ചേച്ചി ഉടനെ കാണണം. എന്താ കാര്യം? കാണുമ്പോ പറയാം. പാർക്കിൽ വന്നാ മതി. ശരി, ഇനിയിപ്പോ വരാം.
ശ്രീനി, ശ്രീനി. രഘു. അതെ, ഞാൻ തന്നെ. ഫോൺ ചെയ്യിപ്പിച്ചതും ഞാൻ തന്നെ. എന്തിന്? സത്യം അറിയാൻ. ഞാനൊന്നും മറച്ചിട്ടില്ല. എന്നാലും വഞ്ചിക്കാൻ ഇത്രയും ധൈര്യം ഒരു പെണ്ണിനുണ്ടാകുമോ? ഞാനാരെയും വഞ്ചിച്ചിട്ടില്ല. നിങ്ങളും ഇഷ്ടമുള്ളൊരു പെണ്ണിനെ വിവാഹം കഴിച്ചോളൂ. ഞാൻ അങ്ങനെ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ നീ ഇന്ന് ജീവനോടെ ഇരിക്കുമായിരുന്നു. തീർച്ചയായും ഇല്ല. പിന്നെ നീ ആ വയസ്സിന് എന്തിനു വിവാഹം കഴിച്ചു? പണത്തിനു വേണ്ടി. കള്ളം. ഞാനത് വിശ്വസിക്കില്ല. എന്ത് പറഞ്ഞു രഘു വിശ്വസിക്കും? നിന്റെ സുഖത്തിന് വേണ്ടി ചാരിത്രം വിറ്റ് കാശാക്കിയ ഒരു വേശി എന്ന് പറയൂ. രഘു, നിൽക്കൂ. ഈ ഫോട്ടോ കണ്ടോ? മരണം വരെ കാത്തിരിക്കാമെന്ന് പറഞ്ഞ് അന്ന് നീ എനിക്ക് തന്ന പ്രേമ സമ്മാനം. ഇങ്ങനെ മാനം കെട്ട് ജീവിക്കുന്നതിനേക്കാൾ നീ പോയി തൂങ്ങിച്ചാവടി. ഇനി നീ എന്നെ കാണരുത്. ഞാൻ മരിച്ചെന്ന് കേട്ടാൽ കൂടി എന്റെ ശവം കാണാൻ പോലും നീ വരാൻ പാടില്ല. ഈ വൈരാഗ്യമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ വെറുപ്പാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ആരാ? അച്ഛനെ കാണാനാണോ? അല്ല, ശോഭേ. ഇരിക്കൂ. ദേ, നിങ്ങളെ കാണാൻ ഒരാള് വന്നിരിക്കുന്നു. പഴയ ആളല്ല, പുതിയ പാർട്ടിയാ. ശോഭ എന്താ കഴിഞ്ഞ ആഴ്ച വരാഞ്ഞത്? ഞാൻ കാത്തിരുന്നല്ലോ. വരൂ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. അച്ഛൻ ഇവിടെ എന്ത് ചെയ്യുന്നു? ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന നാടകമില്ലേ മോളെ, ദീപനാളം, അതിന്റെ അവസാനം അടുത്തു. ഇവിടെ അച്ഛൻ നാടകം എഴുതുന്നു, അവിടെ നാടകം അരങ്ങേറുന്നു. വീട്ടിനകത്ത് നാടകം? അതെ. അച്ഛന്റെ ഉർവശി ഭാര്യയെ കാണാൻ കാലത്തൊരാൾ വൈകിട്ടൊരാൾ വരുന്നു, കഥവടയ്ക്കുന്നു. മാനം മര്യാദയായിട്ട് ഇവിടെ ആർക്കും ജീവിക്കണ്ടേ? നിനക്ക് പരീക്ഷ എടുത്തില്ലേ കുഞ്ഞെ? പോയിരുന്ന് പഠിക്കുക. അപ്പോ ഞാൻ പറഞ്ഞേ മറക്കണ്ട. അടുത്ത ആഴ്ച തീർച്ചയായും വരണം, ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും. വേണ്ട, ഞാൻ അങ്ങോട്ട് വരുന്നതാണ് കൂടുതൽ സൗകര്യം. ഓക്കെ. സോമ, നമുക്ക് വീട് തെറ്റിപ്പോയോടാ. നമ്മുടെ ദാമോദർ ഇത്രയും വലിയ ബംഗ്ലാവും. അമ്മാവൻ. അയ്യോ എന്റെ ദാമോദര, എന്റെ പൊന്നനിയാ, നിന്നെ കണ്ടിട്ട് എത്ര നാളായടാ. അയ്യോ അമ്മയ്ക്ക് മതിലിയാടിയല്ലേ പരിചയമുള്ളൂ, നേർവഴിക്ക് പോയി പരിചയമില്ലല്ലോ അമ്മാവ. വഴി ശരിക്ക് കാണിച്ചു തരണ്ടടാ. കാല് ഒടിഞ്ഞോ അമ്മ? എന്റെ അമ്മറ കാല്. അകത്തോട്ട് പോയട്ടെ. അങ്ങോട്ടിരുന്നാട്ടെ ചേച്ചി, ഇരുന്നാട്ടെ. നിന്നെ കണ്ടിട്ട് എത്ര നാളായടാ എന്റെ ദാമു.
നീ അങ്ങ് ചടച്ചു പോയല്ലോടാ, അല്ലടാ സോമ? അമ്മാവനെ ഇത്രയും ക്ഷീണിച്ച് കാണുന്നത് ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം. നിന്നെ കാണാഞ്ഞിട്ട് ഞാൻ അനുഭവിച്ചൊരു മനോവേദന ഉണ്ടല്ലോ. എനിക്കും അറിയാം, എന്റെ സോമനും അറിയാം. അമ്മാവ ഇതൊക്കെ പച്ചക്കള്ളമാണ്. അമ്മാവൻ പണക്കാരനായെന്ന് അറിഞ്ഞ ഉടനെ ഞങ്ങളിങ്ങ് വന്നു. അല്ല, അതിലെന്താ ഒരു തെറ്റ്? അതിലൊരു തെറ്റില്ല. എന്റെ ആങ്ങളുടെ വീട്ടിൽ ഞാൻ താമസിക്കാൻ വന്നിരിക്കുന്നു. എടാ ദാമോ, ഗീത എവിടെ? അകത്തുണ്ട്. മോളെ ഗീതേ. അയ്യോ മോളെ ഗീതേ.